അദ്ധ്യായം 2. ഉമ്മ. ലുക്മാന് ലോകമൊരു കൗതുകമായി. എന്തൊക്കെയാണ് കൺമുന്നിൽ! ജീവനുള്ളവയും ഇല്ലാത്തവയും. ജീവനുള്ളവ തന്നെ എത്ര എണ്ണം! ആടുകൾ, മാടുകൾ, ഒട്ടകങ്ങൾ, ചിറകുവിടർത്തി അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുന്ന പക്ഷികൾ. ലുക്മാന്റെ മനസ്സിൽ അത്ഭുതങ്ങൾ കൂടുകൂട്ടി. 1000 ചോദ്യങ്ങൾ ആ ബാലമനസ്സിൽ മുളപൊട്ടി. പലതും അവൻ ബാപ്പയോട് ചോദിച്ചുകൊണ്ടിരുന്നു. അറിയാവുന്നതൊക്കെ അയാൾ മകന് പറഞ്ഞുകൊടുത്തു. പകൽ ചൂടും വെളിച്ചവും തരുന്ന സൂര്യൻ, രാത്രി തണുത്ത പ്രകാശം ചൊരിയുന്ന ചന്ദ്രിക, ചില രാത്രികളിൽ കൂരാക്കൂരിരുട്ട്. എന്തിനാ ഇതൊക്കെ? ബാല്യചിന്തകൾ ചിറകെടുത്തു പാറുകയും പറന്നിറങ്ങുകയും ചെയ്തു. ഒരു ദിവസം പണി കഴിഞ്ഞ് മടങ്ങി വരുന്ന ബഹാദൂറിനെ ലുക്മാൻ ദൂരെ നിന്നേ കണ്ടു. അവൻ ബാപ്പയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഓടിപ്പോകുമ്പോൾ ഒരു ഈത്തപ്പന മരച്ചുവട്ടിൽ കുറെ പഴുത്തുകൊഴിഞ്ഞ ഈത്തപ്പഴങ്ങൾ. ലുക്മാൻ ഓട്ടം നിർത്തി അവിടെ ഇരുന്നു. മനസ്സ് ഈത്തപ്പഴത്തിന്റെ മധുരത്തിലായി. ആർത്തിയോടെ ആ ഈത്തപ്പഴം മുഴുവൻ പെറുക്കിയെടുത്തു. എന്താ അത്? അടുത്തെത്തിയ ബഹാദൂർ ചോദിച്ചു. ബാപ്പ, എന്തു നല്ല ഈത്തപ്പഴം! അത് അവിടെ ഇട്ടേക്ക്, എനിക്ക് തിന്നാനാ. അവൻ ചിണുങ്ങി. വേണ്ട മോനെ, അത് നമുക്കുള്ളതല്ല, അത് നമുക്ക് തിന്നുകൂടാ. അവൻ ബാപ്പയെ ദയനീയമായി നോക്കി. അവിടെ ഇട്ടേക്ക്. ലുക്മാൻ പഴങ്ങൾ താഴെയിട്ടു. അവൻ ബാപ്പയുടെ കൈവിരലിൽ തൂങ്ങി കൊഞ്ചലോടെ ചോദിച്ചു, എന്താ ബാപ്പ അതു തിന്നാൽ? അത് അല്ലാഹു നമുക്ക് വേണ്ടി തന്നതല്ല, വേറെ ഒരാളുടേതാ. നമുക്ക് തന്നാൽ തിന്നാം. ആരാ ബാപ്പ അല്ലാഹു? ലുക്മാൻ ആകാംക്ഷയോടെ ചോദിച്ചു. നമ്മെ പടച്ചത് അല്ലാഹുവാ. ഈ ഭൂമിയും ഇക്കാണുന്ന സകലതും അവൻ്റെതാ. നമ്മളൊക്കെ അവൻ്റെ അടിമകളാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്നുമില്ലേ? ഇല്ല മോനെ, ഈ ഭൂമിയിൽ സ്വന്തമെന്നു പറയാൻ ഒന്നുമില്ല. അപ്പോ ഈത്തപ്പഴവും? അതെ മോനെ, ഇപ്പോഴത് അവൻ മറ്റൊരു അടിമക്ക് കൊടുത്തിട്ടുള്ളതാ. അയാളുടെ ഇഷ്ടമില്ലാതെ നമുക്കതെടുത്തുകൂടാ. പിറ്റേന്ന് ബഹാദൂർ വന്നപ്പോൾ മകന് തിന്നാൻ കുറെ ഈത്തപ്പഴം കൊണ്ടുവന്നിരുന്നു. അതു കിട്ടിയ പാടെ ലുക്മാൻ ചോദിച്ചു, ഇതാർക്കുള്ളതാ? ഇപ്പോൾ നമുക്ക് തന്നെ. ബഹാദൂർ പുഞ്ചിരിച്ചു. നമുക്കതിന് ഈത്തപ്പന മരം ഇല്ലല്ലോ. ഞാൻ വില കൊടുത്തു വാങ്ങി, അപ്പോൾ നമുക്കുള്ളതായി. ബഹാദൂർ മകന് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. റബ്ബിന്റെ കഴിവുകളെയും അധികാരങ്ങളെയും കുറിച്ച് പറഞ്ഞു അവന്റെ ഭാഷയിൽ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണമെന്ന് പറഞ്ഞു. ഉമ്മയും മകന്റെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കും. റബ്ബിന്റെ പ്രിയപ്പെട്ട അടിമയാകണം തൻ്റെ മകനെന്നവർ തീർച്ചപ്പെടുത്തി. ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുന്ന മകൻ. കേൾക്കുന്നതൊക്കെ അവൻ മനസ്സിൽ വെച്ചു. പിന്നീട് ചോദിച്ചാൽ കേട്ടപടി പറഞ്ഞു കൊടുക്കും. മകന്റെ ബുദ്ധിവൈഭവം മാതാപിതാക്കളെ സന്തുഷ്ടരാക്കി. റബ്ബിനെ ഉൾക്കൊള്ളാൻ താല്പര്യമുള്ള മകൻ. ഇതിലേറെ സന്തോഷിക്കാൻ എന്തു വേണം? ഒരു ദിവസം അത്താഴം കഴിഞ്ഞിരിക്കെ ബഹാദൂർ ഭാര്യയോട് പറഞ്ഞു, ഞാനിന്നൊരു വാർത്ത കേട്ടു. ദാവൂദ് അലൈഹിസ്സലാം ജനങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞു കൊടുത്തതാണ്. എന്താ അത്? ഭാര്യ ആകാംക്ഷയോടെ ചോദിച്ചു. ഇടക്കുകയറി ലുക്മാൻ ചോദിച്ചു, ആരാണ് ദാവൂദ് നബി അലൈഹിസ്സലാം? അള്ളാഹുവിന്റെ പ്രവാചകനാ മോനെ. അള്ളാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും നമുക്ക് പറഞ്ഞു തരാൻ അള്ളാഹു ഏൽപ്പിച്ച ആളാണത്. കാണാൻ പറ്റുമോ? കാണാം. ഫലസ്തീനിൽ പോയാൽ കാണാം. എങ്കിൽ പിന്നെ അള്ളാഹുവിനെ കാണാൻ പറ്റാത്തതെന്താ? അള്ളാഹുവിനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല മോനെ. അവൻ നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ്. അതൊക്കെ വലുതാവുമ്പോൾ മനസ്സിലാവും. അള്ളാഹുവിനെ നമ്മൾ കാണാതെ തന്നെ വിശ്വസിക്കണം. അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും വേണം. നമുക്ക് നബിയെ കാണാൻ പോവാമോ? ലുക്മാൻ ചോദിച്ചു. ഒത്തിരി ദൂരത്താ മോനെ ഫലസ്തീൻ. മോൻ വലുതാവട്ടെ, അപ്പോൾ ഒറ്റയ്ക്കു തന്നെ പോയി കാണാമല്ലോ.
ലുക്കുമാന്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തു മാതാവ്. അപ്പോൾ ഞാൻ ചോദിക്കും, എനിക്കെന്റെ റബ്ബിനെ കാണിച്ചു തരുവോ എന്ന്. മോനിപ്പോ ഉപ്പ് പറയുന്നത് കേൾക്ക്. ബഹാദൂർ സംഭവം പറയാൻ തുടങ്ങി. ദാവൂദ് നബി അലൈഹിസ്സലാം തൗറാത്ത് ഓതുന്നത് കേട്ടാലും കേട്ടാലും മതിവരില്ലത്രേ. അതു കേൾക്കാൻ ദിവസേന ജനങ്ങൾ തടിച്ചുകൂടാറുണ്ട്. ജനങ്ങളുടെ സമ്മേളനം നബിയെ ഹർഷപുളകിതനാക്കി. നബി ചിന്തിച്ചു, ഞാൻ പ്രവാചകനാണല്ലോ, അപ്പോൾ ഞാൻ തന്നെയാവും ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ ഭക്തൻ. ഈ ചിന്ത വളർന്നു. എന്നാൽ സത്യമെന്താണ്? അത് പഠിപ്പിക്കാനായി റബ്ബിന്റെ തീരുമാനം. അവൻ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. ദാവൂദ്, എൻ്റെ നല്ല അടിമയെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ആ മനുഷ്യൻ. നിങ്ങൾ ആ മലയുടെ മുകളിലേക്ക് ചെല്ലൂ. ദാവൂദ് നബി അലൈഹിസ്സലാം ഞെട്ടിപ്പോയി. മനുഷ്യ മനസ്സുകളിലെ ചാബല്യ ചിന്തകൾ പോലും നന്നായി അറിയുന്നവനാണ് റബ്ബ്. ഞാൻ അഹങ്കരിച്ചു പോയി. എത്ര ധിക്കാരമാണ് ഞാൻ കാട്ടിയത്. പ്രവാചകന്റെ കണ്ണുകൾ നനഞ്ഞു. ഈ ദാവൂദിന് മാപ്പു നൽകണമേ. പ്രവാചകൻ അള്ളാഹു കാണിച്ച മലയിലേക്ക് നടന്നു. പാറക്കൂട്ടങ്ങളും മുൾച്ചെടികളുമുള്ള കുന്ന് കയറിയപ്പോൾ കൊടും വനം. വൻമരങ്ങളും കാട്ടുവള്ളികളും നിറഞ്ഞ വനം. മുൾച്ചെടികളും ക്രൂര ജന്തുക്കളുമുള്ള കാട്. വള്ളിപ്പടർപ്പുകൾ വകഞ്ഞുമാറ്റി മുന്നോട്ട് നടന്നു. ഒരു വലിയ മരച്ചോട്ടിൽ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ ഒരു മനുഷ്യൻ. വളർന്നു നീണ്ട താടിയുള്ള മനുഷ്യൻ, ചുക്കിച്ചുളിഞ്ഞ അസ്ഥിക്കോലം. പ്രവാചകൻ അടുത്തു ചെന്നതൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം കണ്ണുകളടച്ച് ധ്യാനത്തിലാണ്. കണ്ണീർ ഒലിച്ചിറങ്ങിയ പാട് മുഖത്തു കാണാം. ഏറെ നേരം കാത്തുനിന്നിട്ടും അയാൾ കണ്ണു തുറന്നില്ല. കാലരികിലൂടെയൊക്കെ വിഷസർപ്പങ്ങൾ ഇഴഞ്ഞു പോകുന്നു. നബി ഉറക്കെ സലാം പറഞ്ഞു. കേട്ടില്ല. വീണ്ടും പറഞ്ഞു. അപ്പോൾ പൊടുന്നനെ കണ്ണുകൾ തുറന്നു. ഉടനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാൻ പ്രവാചകൻ ദാവൂദാണ്. അൽഹംദുലില്ലാ. പൊടുന്നനെ നബിയുടെ അടുത്ത് വന്ന് കൈപിടിച്ച് പിന്നെയും കരഞ്ഞു. അങ്ങ് എന്തിനാണ് കരയുന്നത്? നബിയെ, ഞാനൊരു മഹാപാപം ചെയ്തുപോയി. പ്രവാചകൻ ഞെട്ടിപ്പോയി. എന്താണിത്? അള്ളാഹു പറയുന്നു ഈ മനുഷ്യൻ പരമഭക്തനാണെന്ന്, ഉത്തമ ദാസനാണെന്നും. ഇയാൾ പറയുന്നു ഞാൻ പാപിയാണെന്ന്. അങ്ങയെ കണ്ടത് മഹാഭാഗ്യമായി. അങ്ങ് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം, എന്റെ മഹാപാപം പുറത്തു കിട്ടാൻ വേണ്ടി. അങ്ങ് എന്ത് പാപമാണ് ചെയ്തത്? നബിയെ, ഞാൻ ഒരിക്കൽ എൻ്റെ വീട്ടിന്റെ തട്ടിൻപുറം വൃത്തിയാക്കുകയായിരുന്നു. തട്ടിൻപുറത്തു കയറുമ്പോൾ എൻ്റെ മാതാവ് വരാന്തയിലായിരുന്നു. ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തട്ടിനു താഴെ നിൽക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച ഉമ്മയുടെ തലക്ക് മുകളിലാണല്ലോ ഞാൻ ഇത്ര നേരവും നിന്നത്. ഇതോർത്തപ്പോൾ സങ്കടം സഹിക്കാനായില്ല. ഞാനുടനെ ഉമ്മയോട് മാപ്പു ചോദിച്ചു. അവരുടനെ എനിക്ക് മാപ്പു നൽകുകയും ചെയ്തു. എന്തു മഹാപാപമാണ് ഞാൻ ചെയ്തത്? ഉമ്മ മാപ്പു തന്നാലും റബ്ബ് മാപ്പ് നൽകുമോ എന്ന് ഞാൻ ഭയന്നു. ഞാൻ അപ്പോൾ തന്നെ പശ്ചാത്തപിക്കാൻ തുടങ്ങി. അള്ളാഹു മാപ്പാക്കിയില്ലെങ്കിൽ ഈ പാപിക്ക് പിന്നെ എന്താണു രക്ഷ? അതോർത്തു ഞാൻ കരഞ്ഞു. വളരെ പെട്ടെന്ന് ഉമ്മ മരണപ്പെട്ടു. ഞാൻ അന്നു മുതൽ ഇവിടിരുന്ന് പശ്ചാത്തപിക്കുകയാണ്. പക്ഷേ എൻ്റെ റബ്ബ് എനിക്ക് മാപ്പ് തന്നതായി ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. നബിയെ, അങ്ങ് ഈ പാപിക്കു വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ കോപമോർക്കുമ്പോൾ ഞാൻ ഭയന്നു പോകുന്നു. ഈ മഹാപാപിയെ ഘോരമായ നരകാഗ്നിയിൽ വലിച്ചെറിയുമോ? ഒന്ന് പ്രാർത്ഥിക്കൂ നബിയെ. പാപം പൊറുക്കാത്ത നിലയിൽ ഈ സാധുവിനെ തിരിച്ചു വിളിക്കരുതേ എന്നൊന്നു പ്രാർത്ഥിക്കൂ നബിയെ. പ്രവാചകൻ നിർനിമേഷനായി കേട്ടുനിന്നു. ഉടനെ അള്ളാഹുവിൻ്റെ അറിയിപ്പും വന്നു. ഓ ദാവൂദ്,
എൻ്റെ അടിമയോട് പറയുക, അദ്ദേഹം ആ പാപം ചെയ്തിട്ടേ ഇല്ല എന്ന്. അദ്ദേഹം തട്ടിൻപുറത്ത് നിൽക്കുമ്പോൾ ഉമ്മ പുറത്തായിരുന്നു. എൻ്റെ അടിമയെ ഞാൻ തൃപ്തിപ്പെട്ടു എന്നു സന്തോഷ വാർത്ത അറിയിക്കൂ. ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സന്തോഷം അറിയിച്ചു. ഉടനെ ആ മനുഷ്യൻ നന്ദിയോടെ സുജൂദിൽ വീണു. സംഭവം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്ത പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു മഹത്തായ ഒരു പാഠമാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. ഏതൊരാളിന്റെയും സ്വർഗം അവരവരുടെ മാതാവിന്റെ കാൽപാദത്തിനു താഴെയാണ്. ഓർത്തുകൊള്ളുക, മാതാപിതാക്കൾ തൃപ്തിപ്പെടാതെ ഒരാൾ മരണപ്പെട്ടാൽ അവന്റെ വാസസ്ഥലം നരകമാണ്. സംഭവം കേട്ടുകഴിഞ്ഞ ലുക്മാൻ മാതാവിനെ പുണർന്ന് പൊട്ടിക്കരഞ്ഞു. എന്താ മോനെ, എന്താ ഉണ്ടായത്? ഉമ്മ പൊടുന്നനെ ചോദിച്ചു. ഉമ്മ എനിക്ക് മാപ്പു തരുമോ? എന്തിനാ മോനെ? ഈ തോളിൽ ചവിട്ടി കയറുകയും തല്ലുകയും ചെയ്തുല്ലോ ഈ മോൻ. ഉമ്മ മാപ്പു തരുമോ? പെട്ടെന്ന് ആ മാതാവ് കരഞ്ഞുപോയി. ബഹാദൂറിന്റെ കണ്ണുകളും നനഞ്ഞു.